ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നും ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് പുഡിങ്ങിലൊന്നാണ് ഈ ഒരു പൈനാപ്പിൾ പുഡിങ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനും. പിന്നെ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പൈനാപ്പിളാണ്. അപ്പോൾ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി, തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൈനാപ്പിളിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മധുരമുള്ള പൈനാപ്പിളാണ്. അപ്പോൾ പുളിയുള്ള പൈനാപ്പിളാണ് നിങ്ങളടുത്ത് ഉള്ളതെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വേവാനായിട്ട് പൈനാപ്പിളിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാര മെൽറ്റായിട്ടുള്ള വെള്ളവും ഉണ്ടാവും. അപ്പോൾ അത് മതി വേവാനായിട്ട്. അത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് പാല് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കൂടുതൽ അളവിൽ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ലിറ്റർ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും പകുതിയാക്കി എടുക്കുക. അപ്പോൾ ഇതിനിടയിൽ പൈനാപ്പിൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളിൽ ഫസ്റ്റ് ലെയറായിട്ട് ഈ പൈനാപ്പിൾ സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ തിന്നായിട്ടുള്ള ഒരു ലെയറാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ നന്നായിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാലിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളമൊക്കെ കളഞ്ഞ് അതും കൂടെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ പാൽ എടുത്തത് കാരണമാണ് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1/2 ലിറ്റർ അല്ലെങ്കിൽ 500 ml പാലാണ് എടുക്കുന്നതെങ്കിൽ 5 ഗ്രാം ചൈന ഗ്രാസ് മതിയാവും. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 250 ഗ്രാം മിൽക്ക് മെയ്ഡ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പുഡിങ്ങിന്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഉള്ളെങ്കിൽ അത്ര ചേർത്താലും മതി. 250 ഗ്രാം തന്നെ ചേർക്കണം എന്നൊന്നുമില്ല. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം നോക്കിയിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കണം. ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം മധുരം കൂടെ നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടുകൂടെ തന്നെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പയിലൂടെ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അരിപ്പയിലൂടെ ഒഴിക്കുന്നത് ചൈന ഗ്രാസിൻ്റെ ചെറിയൊരു പൊടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒഴിക്കുമ്പോൾ പതുക്കെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിളൊന്നും ഇളകി പോവാതെ ശ്രദ്ധിക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ മുകളിലുള്ള എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാൻ എയർ ബബിൾസ് കളയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അതാണ് മുകളിൽ ഇങ്ങനെ ചെറിയ ബബിൾസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക.
പിന്നെ ജസ്റ്റ് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് മുകളിലും വേണമെങ്കിൽ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ നട്ട്സ് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇതുപോലെ ക്യാരറ്റ് വെച്ചിട്ടും ചെയ്യാം, നല്ല ടേസ്റ്റാണ്. ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് വേവിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം, അതും നല്ല ടേസ്റ്റാണ്. പുഡിങ് നന്നായിട്ട് തണുത്ത് നന്നായിട്ട് സെറ്റായി കിട്ടിയാൽ സെർവ് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ അറിയാം നല്ല കറക്റ്റിൽ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.